കോട്ടയം വൈക്കത്ത് ഭക്ഷ്യയോഗ്യമല്ലാത്ത റേഷനരി വിതരണം ചെയ്തതിൽ പ്രതിഷേധിച്ച് സപ്ലൈകോ ഓഫീസിൽ ഗൃഹനാഥന്റെ സമരം. നേരെക്കടവിലെ റേഷൻ കടയിൽ നിന്ന് VS സന്തോഷ് വാങ്ങി 20 കിലോ അരിയിലാണ് പുഴുക്കളെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സപ്ലൈകോ അധികൃതർ അന്വേഷണം തുടങ്ങി. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ആ അരി എന്തുകൊണ്ട് അവർ വിതരണം ചെയ്തു? അതിനെ അത്ര ലാഘവത്തോടു കൂടി ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗോകുൽ, തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് കുറെ നാളുകളായി പല സ്ഥലങ്ങളിലും ഏകദേശം വൈക്കം താലൂക്കിൽ 171 റേഷൻ കടകളാണ് ഉള്ളത്. അതിൽ പകുതിയിലധികം കടകളിലും റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്തു എന്നുള്ള വിമർശനം പരക്കെ ഉയർന്നിരുന്നു. അന്ന് തന്നെ സിവിൽ സപ്ലൈസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. റേഷൻ കടകൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി ഇത്തരത്തിൽ പുഴുക്കളുള്ള അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ ശനിയാഴ്ച നേരെക്കടവിലെ റേഷൻ കടയിൽ നിന്നും ഈ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി വാങ്ങിയ അരിയിലാണ് 20 കിലോ അരിയിലാണ് പുഴുക്കളെ വീണ്ടും കണ്ടെത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗൃഹനാഥൻ ഈ സിവിൽ സപ്ലൈസ് ഓഫീസിലെത്തി സമരം നടത്തിയത്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഇതിനോടകം തന്നെ കോൺഗ്രസ് ഈ ഒരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ സിവിൽ സപ്ലൈസ് വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നൽകിയിരുന്നു. ഈ അരി പൂർണ്ണമായിട്ടും തിരിച്ചെടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശവും പോയിട്ടുണ്ട് എന്നാണ് സപ്ലൈകോ അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഈ അരി നൽകിയത് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയൊരു ആശങ്ക തന്നെയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. കാരണം നിരവധി റേഷൻ കടകളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വാങ്ങുന്ന അരിയാണ്. അതിലാണ് പുഴുവും മറ്റ് വസ്തുക്കളും കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ അരി കേടായി എന്നതടക്കമുള്ള കാര്യത്തിലും ഒരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഗൂഗിൾ. ശരി ടോബി, ഏതായാലും മനുഷ്യർക്ക് ഭക്ഷിക്കാനുള്ളതാണ്, അത് റേഷനാണെങ്കിലും ആഹാരമാണ് എന്നത് ഉദ്യോഗസ്ഥർ ഓർക്കണം. തുടർച്ചയായി ഇത്തരം പരാതി ഉയരുമ്പോൾ പിന്നെയും ആ അരി വിതരണം ചെയ്ത് ആളുകളെ പരിഹസിക്കരുത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.